ഹലോ, വെൽക്കം ബാക്ക്. സിസാറ്റിലെ ഡയറക്ഷൻ സെൻസ് ക്വസ്റ്റ്യൻസ് ഈ ഒരു ടോപ്പിക്കിലെ പൈതഗോറസ് തിയറം ബേസ് ചെയ്തിട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ കാണുന്നത്. അപ്പോൾ നമ്മളൊക്കെ കുറച്ച് ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുള്ളതാണ് പൈതഗോറസ് തിയറം. നമുക്ക് ജസ്റ്റ് എന്നാലും ഒന്ന് പറഞ്ഞു പോവാം. ഈ ഒരു ട്രയാങ്കിൾ നോക്കിയേ. ഈ ഒരു ട്രയാങ്കിളിലെ ഈ ഭാഗത്തിന് നമ്മൾ എന്ത് പറയും? ബേസ് എന്ന് പറയും. ഈ പാർട്ട് ആണെങ്കിലോ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയും. ഈ പാർട്ട് ഹൈപ്പോട്ന്യൂസ്. അപ്പോൾ ഈ ട്രയാങ്കിളിലെ ഈ ഹൈപ്പോട്ന്യൂസ് ആണ് ലാർജസ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ മറ്റ് രണ്ട് സൈഡും ചെറിയ സൈഡാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഹൈപ്പോട്ന്യൂസ് കിട്ടണമെങ്കിൽ ബേസിന്റെ സ്ക്വയറും ഓൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയറും എടുത്ത് റൂട്ട് എടുക്കണം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ സൈഡ് സിയും ഈ സൈഡ് എയും ഈ സൈഡ് ബിയും ആണ്. അപ്പോൾ നമുക്ക് സി കാണണമെങ്കിൽ, സി ആണല്ലോ ഇവിടുത്തെ വലിയ സൈഡ്, സി കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ചെയ്യണം. ഓക്കെ, സി സ്ക്വയർ കാണാനാണ് സി സ്ക്വയർ കാണാൻ. ഇനി സി കാണാനാണെങ്കിലോ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഓക്കെ, സി ആണ് ഇവിടെ വലിയ സൈഡ്. റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ് സി കാണാൻ. എ കാണാനാണെങ്കിലോ എ ഇവിടെ ചെറിയ സൈഡാണ് അല്ലേ. എ കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? ഈ വലിയ സൈഡിൽ നിന്നും ചെറിയ സൈഡിനെ മൈനസ് ചെയ്യണം. അതായത് റൂട്ട് ഓഫ് സി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ബി കാണാനാണെങ്കിലോ ബി ഇവിടെ ചെറിയ സൈഡാണ് അല്ലേ. അപ്പൊ ഇവിടുത്തെ ഏറ്റവും വലിയ സൈഡ് എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ന്യൂസ് ആണ്, സി ആണ്. അപ്പൊ ബി കാണാൻ എന്ത് ചെയ്യണം? റൂട്ട് ഓഫ് സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഇത് നമ്മൾ വളരെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. എ മാൻ വാക്സ് 2 കിലോമീറ്റർ ടുവേർഡ്സ് നോർത്ത്, then he turns to east and walks 10 kilometer. After this he turns to north and walks 3 kilometer. Again he turns towards east and walks 2 kilometer. How far is he from his starting point? അപ്പോൾ നമ്മൾ ഈ പൈതഗോറസ് തിയറം ബേസ്ഡ് ആയിട്ടുള്ള ഡയറക്ഷൻ ക്വസ്റ്റ്യൻസ് നമ്മൾ PYQ നോക്കുമ്പോൾ അറിയാം ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ടൈപ്പ് ഇതാണ്. അപ്പോൾ കൂടുതൽ ഈ ഒരു ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എ മാൻ വാക്സ് 2 കിലോമീറ്റർ ടുവേർഡ്സ് നോർത്ത്. ഒരു പോയിന്റിൽ നിന്നും 2 കിലോമീറ്റർ നോർത്തിലേക്ക് പോയി. Then he turns to east. East എങ്ങോട്ടാ? ഇങ്ങോട്ടാണ് അല്ലേ. Turns to east and walks 10 kilometer. Okay, 10 kilometer അയാൾ ഈസ്റ്റിലോട്ട് പോയി. ഇപ്പൊ 10 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ 2 എത്രയാണോ വരച്ചത് അതിനനുസരിച്ച് 10 ആവുമ്പോൾ എത്രയായിരിക്കും നമുക്കൊരു ഐഡിയ ഉണ്ടാവും. അല്ലാതെ 2 ഇത്രയും 10 ഇത്രയും ഇങ്ങനെയൊന്നും പറഞ്ഞ് വരയ്ക്കരുത്. എന്നാൽ പിന്നെ നമുക്ക് ഈ ട്രയാങ്കിൾ ഫോം ചെയ്യുമ്പോൾ നമുക്ക് ശരിയായിട്ടുള്ള ഒരു ഇത് കിട്ടില്ല വരയ്ക്കാൻ. Then നോക്കിയേ. ആഫ്റ്റർ ദിസ് ഹി ടേൺ ടു നോർത്ത് ആൻഡ് വാക്സ് 3 കിലോമീറ്റർ. പിന്നെ അയാൾ നോർത്തിലേക്ക് പോയി 3 കിലോമീറ്റർ മൂവ് ചെയ്തു. അഗെയിൻ ഹി ടേൺസ് ടുവേർഡ്സ് ഈസ്റ്റ് ആൻഡ് വാക്സ് 2 കിലോമീറ്റർ. പിന്നെ അയാൾ 2 കിലോമീറ്റർ ഈസ്റ്റിലേക്ക് പോയി. ഹൗ ഫാർ ഈസ് ഹി ഫ്രം ഹിസ് സ്റ്റാർട്ടിംഗ് പോയിന്റ്? അയാൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും എത്രമാത്രം ദൂരെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇതാണല്ലോ. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് നമുക്കൊരു ലൈൻ വരയ്ക്കാം. അപ്പോൾ ഇങ്ങനെ കിട്ടും. അപ്പം നമുക്ക് ഇതിനെ ഒരു ട്രയാങ്കിൾ ആണെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. നോക്കിയേ, നമുക്കിതിനെ ഒരു ട്രയാങ്കിൾ ആക്കാം. ഈ ഭാഗം കൂടെ കണക്ട് ചെയ്ത് നമുക്ക് ഇതുമായിട്ട് ജോയിൻ ചെയ്യാം. അപ്പം നമുക്ക് ഇതിന്റെ മെഷർമെന്റ് അറിയില്ല അല്ലേ. ഈ ഒരു പാർട്ട് നോക്കിയേ, ഇത് ഇവിടെ എത്രയാണ്? 3 ആണ് അല്ലേ. ഈ ഒരു പാർട്ട് 3 ആയതുകൊണ്ട് ഈ ഭാഗവും ഇപ്പുറത്തെ ഭാഗവും 3 തന്നെ ആയിരിക്കും. അപ്പം ഇവിടെ 3 ആയിരിക്കും. ഇനി ഇവിടെ എത്രയാ? ഇത്രയും 10 ആണ് അല്ലേ. നമ്മൾ ഫസ്റ്റ് കണ്ടു ഇത് 10 ആയതുകൊണ്ട് ഇതിന് പാരലൽ ആണ് ഇവിടെ. ഇതും 10 തന്നെ ആയിരിക്കും. അപ്പൊ നമുക്കിപ്പോ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കിട്ടി. ഇതിന്റെ സൈഡൊക്കെ എങ്ങനെയായിരിക്കും? ഇത്രയും 2 ആണ്, ഇത്രയും 3 ആണ്. 2 + 3 5 ആയിരിക്കും ഈ സൈഡ്. ഇനി ഇവിടെ നോക്കിയേ, ഇത്രയും 10 ആണ്, ഇത് 2 ആണ്. 10 + 2 12 ആയിരിക്കും ഈ സൈഡ്. അപ്പൊ നമുക്ക് കാണാനുള്ള സൈഡ് ഏതാ? ഈ സൈഡ്. ഈ സൈഡ് ഏതാ? കണ്ടോ, വലിയ സൈഡ് ആണല്ലോ. ഹൈപ്പോട്ന്യൂസ് ആണ് കാണേണ്ടത്. നമ്മൾ പറഞ്ഞു ഹൈപ്പോട്ന്യൂസ് കാണാൻ മറ്റ് രണ്ട് ചെറിയ സൈഡിനെയും തമ്മിൽ ആഡ് ചെയ്യുകയാണ് ചെയ്യാനുള്ളത്. നമുക്കിതിനെ ABC എന്ന് കൊടുക്കാം. നമുക്കിവിടെ AB ആണ് കാണേണ്ടത്. AB is equal to root of AC square plus BC square. നമ്മൾ ആദ്യം ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എഴുതി ചെയ്യുന്നത്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. എക്സാമിന് ഇങ്ങനെയൊന്നും എഴുതാനുള്ള സമയമൊന്നും കിട്ടാറില്ല. ഓക്കെ, AC സ്ക്വയർ ഇവിടെ എത്രയാണ്? 5 സ്ക്വയർ പ്ലസ് BC സ്ക്വയർ 12 സ്ക്വയർ. 5 സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 25 ആണ്. 12 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 144 ആണ്. റൂട്ട് ഓഫ് 25 + 144 ഈസ് 169. 169 ഏതിൻ്റെ റൂട്ടാണ്? 13ന്റെ റൂട്ടാണ്. അപ്പോൾ 13 കിലോമീറ്റർ ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, നമ്മൾ എക്സാമിന് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇതൊന്നും വരയ്ക്കാൻ പോകില്ല അല്ലേ.
ജസ്റ്റ് നമുക്ക് എന്ത് മനസ്സിലാവും, നമുക്ക് ഹൈപ്പോട്ടന്യൂസ് ആണ് വേണ്ടത്. അപ്പം മറ്റേത് രണ്ടിൻ്റെ സ്ക്വയർ എടുക്കണം. √12 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ 25 പ്ലസ് 144 ഈസ് ഈക്വൽ ടു 169. ആൻസർ ഈസ് 13. ഇങ്ങനെ ഒരു ഫോമാറ്റിലായിരിക്കും നമ്മൾ എക്സാമിന് ചെയ്യുക. നമ്മൾ പഠിക്കാൻ വേണ്ടി ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനെ കുറച്ച് എക്സ്പ്ലെയിൻ ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റഹീം സ്റ്റാർട്ടഡ് ഫ്രം ഹിസ് ഹൗസ് ടുവേർഡ്സ് നോർത്ത്. ആഫ്റ്റർ കവറിംഗ് എ ഡിസ്റ്റൻസ് ഓഫ് 8 കിലോമീറ്റർ he started towards left and covered a distance of 6 kilometer. What is the shortest distance now from his house? എന്താ പറയുന്നത്, റഹീം സ്റ്റാർട്ടഡ് ഫ്രം ഹിസ് ഹൗസ് ടുവേർഡ്സ് നോർത്ത്. നോർത്തിലേക്ക് പോയി. ആഫ്റ്റർ കവറിങ് എ ഡിസ്റ്റൻസ് ഓഫ് 8 കിലോമീറ്റർ. നോർത്തിലേക്ക് എത്ര കിലോമീറ്റർ പോയി? 8 കിലോമീറ്റർ മൂവ് ചെയ്തു. ദെൻ ഹി ടേൺ ടുവേർഡ്സ് ലെഫ്റ്റ്. ഇപ്പൊ ലെഫ്റ്റ് ഏതാണ്, റൈറ്റ് ഏതാണ്? റഹീം ഇവിടെ നിൽക്കുകയാണ് അല്ലേ. റഹീമിന്റെ ലെഫ്റ്റ് ഇതാണ്, റൈറ്റ് ഇതാണ്. ഓക്കെ, അപ്പൊ ഇയാൾ ലെഫ്റ്റിലേക്കാണ് പോയത്. ആൻഡ് കവേർഡ് എ ഡിസ്റ്റൻസ് ഓഫ് 6 കിലോമീറ്റർ. ലെഫ്റ്റിലേക്ക് പോയിട്ട് 6 കിലോമീറ്റർ കവർ ചെയ്തു. വാട്ട് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് നൗ ഫ്രം ഹിസ് സ്റ്റാർട്ടിംഗ് പോയിന്റ്? സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെയാണ്. ഇവിടെ നിന്നുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമുക്ക് കാണാനുള്ളത്. ഈ ഒരു ഡിസ്റ്റൻസ് നോക്കി, ഹൈപ്പോട്ടന്യൂസ് ആണല്ലോ, വലിയ സൈഡ് ആണല്ലോ. അപ്പൊ നമുക്ക് എങ്ങനെ കാണാം? മറ്റ് രണ്ട് സൈഡിനെയും തമ്മിൽ ആഡ് ചെയ്യുകയല്ലേ ചെയ്യേണ്ടത്. 6 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ. 6 സ്ക്വയർ എന്ന് പറയുമ്പോൾ 36, 8 സ്ക്വയർ എന്ന് പറയുമ്പോൾ 64. 36 പ്ലസ് 64 ഈസ് ഈക്വൽ ടു √100. 100ന്റെ റൂട്ട് 10 ആണ്. അപ്പോൾ 10 കിലോമീറ്റർ ആയിരിക്കും സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ഈ സ്ഥലത്തോട്ട് എത്താനുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഭൈരവ് വാക്ക് 30 feet ടുവേർഡ്സ് നോർത്ത്, then took a left turn and walked 15 feet. He again took a left turn and walked 30 feet. How far and in which direction is Bhairav from the starting point? എന്താ പറയുന്നത്? Bhairav walked 30 feet towards north. നോർത്തിലേക്ക് 30 feet Bhairav മൂവ് ചെയ്തു. Then he turned left. ഓക്കെ, ഇപ്പൊ ലെഫ്റ്റ് ഏതാണ്? Bhairav ഇങ്ങോട്ട് നോക്കിയിരിക്കുകയാണ് അല്ലേ. ലെഫ്റ്റ് ഇതായിരിക്കും, റൈറ്റ് ഇതായിരിക്കും. അപ്പോൾ ലെഫ്റ്റിലേക്ക് ഇയാള് മൂവ് ചെയ്യാണ്. ആൻഡ് വാക്ക് 15 feet. ഓക്കെ, 15 feet ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്തു. He again took left and turned walked 30 feet. ഓക്കെ, ഇപ്പൊ ഇയാൾ ഇങ്ങോട്ട് നോക്കി നിൽക്കുകയാണ് അല്ലേ. അപ്പൊ ഇയാളുടെ ലെഫ്റ്റ് ഏതായിരിക്കും? ഇത് ലെഫ്റ്റ്, ഇത് റൈറ്റ്. ഓക്കെ, അപ്പൊ ഇനി ഇയാൾ വീണ്ടും ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്തു. എത്ര ഫീറ്റ് മൂവ് ചെയ്തു? 30 feet മൂവ് ചെയ്തു. അപ്പൊ ഇവിടെ വന്നു. ഇത് സ്റ്റാർട്ടിംഗ് പോയിന്റ്. അയാൾ ഇപ്പോൾ ഇവിടെ നിൽക്കുവാണ്. അപ്പൊ എന്താണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്? ഹൗ ഫാർ ആൻഡ് ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് Bhairav ഫ്രം ഹിസ് സ്റ്റാർട്ടിംഗ് പോയിന്റ്? എത്ര ദൂരം അകലെയാണ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന്? നോക്കിയേ, ഇത് 15 feet അല്ലേ, അതിന് സിമിലർ അല്ലേ, പാരലൽ അല്ലേ ഇത്. അതുകൊണ്ട് തീർച്ചയായും ഇതും 15 ആണ്. അപ്പൊ 15 feet അകലെയാണ്. ഇനി ഇതുവരെ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. നോക്കിയേ, ഇൻ വിച്ച് ഡയറക്ഷൻ ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ഏത് ഡയറക്ഷൻ എന്ന് നോക്കിയാൽ നമ്മൾ ഇങ്ങനെ ഇരുന്ന് നോക്കുമ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റിന്റെ വെസ്റ്റ് ഡയറക്ഷൻ ആണിത് അല്ലേ. പക്ഷെ ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 15 feet ലെഫ്റ്റ് എന്നുള്ളതാണ്. ഓക്കെ, സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നുകൊണ്ട് ഏത് ഡയറക്ഷനിലാണെന്ന് ചോദിക്കുമ്പോൾ ഇയാൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഇങ്ങോട്ട് നോക്കി നിൽക്കുകയാണ് അല്ലേ. ഇങ്ങോട്ട് നോക്കി നിൽക്കുമ്പോൾ ഇയാളുടെ ലെഫ്റ്റ് ഇതാണ്, റൈറ്റ് ഇതാണ്. അപ്പൊ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ഏത് ഡയറക്ഷനിലാണ് അയാൾ ഇപ്പോൾ നിൽക്കുന്നത്? ലെഫ്റ്റ് ഡയറക്ഷനിലാണ്. അപ്പൊ 15 feet ലെഫ്റ്റ് എന്നുള്ളതാണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ മാൻ സ്റ്റാർട്ട്സ് വാക്കിംഗ് ഫ്രം എ പോയിന്റ് and walks 12 kilometers towards north. He turns 90 degrees left and walks a distance and stopped. If the distance between initial point and final point is 13 kilometers, then find how much distance he traveled after turning from the north. എന്താ പറയുന്നത്? A man starts walking from a point and walks 12 kilometers towards north. ഒരു പോയിന്റിൽ നിന്ന് നോർത്തിലേക്ക് 12 kilometers മൂവ് ചെയ്തു. He turns 90 degree left. ഓക്കെ, ഇപ്പൊ 90 degree നമുക്ക് ഇവിടെ വരയ്ക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഇയാളിപ്പോൾ ഇങ്ങോട്ട് നിൽക്കുകയാണ് അല്ലേ. ഇവിടുന്ന് 90 degree ആകുമ്പോൾ ഇത്രയും ആണ് മൂവ് ചെയ്യുക. നമുക്കറിയാം ഇത്രയും 90 degree ആണ് അല്ലേ ഈ ഒരു പാർട്ട്. അതിന്റെ പകുതി ആണെങ്കിലോ 45 degree ആയിരിക്കും. ഫുൾ ആണെങ്കിലോ 360 ആയിരിക്കും. പകുതി ആണെങ്കിലോ 180 ആയിരിക്കും. നമ്മൾ ഇതിന്റെ ബേസിക് ക്ലാസ്സിൽ പറഞ്ഞു. അപ്പൊ ഇയാളിപ്പോൾ നോർത്തിലോട്ട് നോക്കി നിന്ന ആളാണ്, പക്ഷെ ഇങ്ങോട്ട് മൂവ് ചെയ്ത് ഇപ്പൊ ഇങ്ങോട്ട് നോക്കി നിൽക്കുമായിരിക്കും. ഓക്കെ, അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്തു? 90 degree
ടേൺ ചെയ്തിട്ട് കുറച്ച് ദൂരം മൂവ് ചെയ്തു. എത്രയാണ് നമുക്കറിയില്ല. ദെൻ ക്വസ്റ്റ്യനിൽ എന്ത് പറയുന്നു? ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇനീഷ്യൽ പോയിന്റ് ആൻഡ് ഫൈനൽ പോയിന്റ് ഈസ് 13 കിലോമീറ്റർ. അതായത് ഈ ഒരു പാർട്ട് 13 കിലോമീറ്റർ ആണ്. ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് 13 കിലോമീറ്റർ ആണ്. ദെൻ ഫൈൻഡ് ഹൗ മച്ച് ഡിസ്റ്റൻസ് ഹി ട്രാവൽഡ് ആഫ്റ്റർ ടേണിംഗ് ഫ്രം ദ നോർത്ത്. നോർത്തിലോട്ട് പോയതിന് ശേഷം ടേൺ ചെയ്ത ഈ ഒരു ഡിസ്റ്റൻസ് എത്രയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഹൈപ്പോട്ടെന്യൂസ് തന്നിട്ടുണ്ട്. ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമുക്ക് കാണാനുള്ളത്. നമുക്കറിയാം ഹൈപ്പോട്ടെന്യൂസ് തന്നിട്ടുണ്ടെങ്കിൽ ചെറിയ സൈഡ് കാണാൻ നമുക്ക് ഹൈപ്പോട്ടെന്യൂസിൽ നിന്ന് തന്നിട്ടുള്ള സൈഡ് അങ്ങ് കുറച്ചാൽ മതി. അപ്പോൾ √13 സ്ക്വയർ മൈനസ് 12 സ്ക്വയർ. 13 സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 169 ആണ്. 12 സ്ക്വയർ എന്ന് പറയുമ്പോൾ 144 ആണ്. 169ൽ നിന്നും 144 മൈനസ് ചെയ്യുമ്പോൾ 25 എന്ന് കിട്ടും. √25 എത്രയാണ്? 5 ആണ്. നമുക്കറിയാം 5 കിലോമീറ്റർ എന്നുള്ളതായിരിക്കും നമ്മുടെ ആൻസർ. ക്ലിയർ ആണെന്ന് കരുതുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. A man walks 1 kilometer to east and then again walks 2 kilometer in the same direction, and after this he turns to north and walks 4 kilometer. Find out how far he is from his starting point. എന്താ പറയുന്നത്? എ മാൻ വാക്സ് 1 കിലോമീറ്റർ ടു ദ ഈസ്റ്റ്. ഓക്കെ, ഈസ്റ്റിലേക്ക് 1 കിലോമീറ്റർ പോയി. ദെൻ അഗെയിൻ വാക്സ് ടു 2 കിലോമീറ്റർ. പിന്നെ അയാൾ 2 കിലോമീറ്ററും കൂടെ പോയി. ഓക്കെ, അങ്ങനെ ടോട്ടൽ എത്ര പോയി? 3 കിലോമീറ്റർ ഈസ്റ്റിലേക്ക് പോയി. ആഫ്റ്റർ ദിസ് ഹി ടേൺസ് ടു നോർത്ത് ആൻഡ് വാക്സ് 4 കിലോമീറ്റർ. പിന്നെ അയാൾ നോർത്തിലേക്ക് എത്ര പോയി? 4 കിലോമീറ്റർ മൂവ് ചെയ്തു. ഫൈൻഡ് ഔട്ട് ഹൗ ഫാർ ഹി ഈസ് ഫ്രം ഹിസ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഇപ്പോൾ അയാൾ എത്ര ദൂരെയാണ്? ഈ ഒരു പാർട്ടാണ് കാണേണ്ടത്. നമുക്കറിയാം ഇത് വലിയ പാർട്ടാണ്. ഹൈപ്പോട്ടെന്യൂസ് ആണ് കാണേണ്ടത്. ഹൈപ്പോട്ടെന്യൂസ് കാണാൻ വേണ്ടി എന്ത് ചെയ്യണം? മറ്റ് രണ്ട് ചെറിയ സൈഡിൻ്റെ സ്ക്വയർ എടുത്ത് റൂട്ട് എടുക്കുകയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്കിങ്ങനെ കാണാം. നമുക്കിനി സൈഡിൻ്റെ സ്ഥലമൊക്കെ പേരൊക്കെ കൊടുത്ത് AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ ഇങ്ങനെയൊന്നും കൊടുത്ത് സമയം കളയണ്ട. നമുക്കറിയാം ഈ സൈഡ് 1ഉം 2ഉം കൂടെയാണ് 3 ആണ്. അപ്പോൾ 3 സ്ക്വയർ പ്ലസ് മറ്റേ സൈഡ് നമുക്കറിയാം 4 ആണ്. 4 സ്ക്വയർ. 3 സ്ക്വയർ ഈസ് 9 ആൻഡ് 4 സ്ക്വയർ ഈസ് 16. 9 പ്ലസ് 16 ഈസ് 25. √25 ഈസ് 5. 5 കിലോമീറ്റർ ആണ് അയാൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ഡെസ്റ്റിനേഷൻ പോയിന്റ് വരെ മൂവ് ചെയ്ത ഡിസ്റ്റൻസ്. ക്ലിയർ അല്ലേ? ഇവിടെ ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Okay, a man walked 3 kilometers towards north. He turned west and walked 2 meters. Then turned to north and walked 1 meter. And finally turned east and walked 5 meters. Then find how far is he from the starting. എന്താ പറയുന്നത്? എ മാൻ വാക്ക് 3 meter towards north. നോർത്തിലേക്ക് 3 meter പോയി. ഹി ടേൺ വെസ്റ്റ്. വെസ്റ്റിലേക്ക് മൂവ് ചെയ്തു ആൻഡ് വാക്ക് 2 meter. ദെൻ ടേൺ നോർത്ത് ആൻഡ് വാക്ക്ഡ് 1 meter. നോർത്തിലേക്ക് 1 മീറ്ററും കൂടെ പോയി. ആൻഡ് ഫൈനലി ടേൺ ഈസ്റ്റ് ആൻഡ് വാക്ക്ഡ് 5 meter. നോക്കിയേ, ഈസ്റ്റിലേക്ക് 5 meter പോയി. ഇത്രയും പോയപ്പോൾ എത്രയായി? ഇവിടെ 2 അല്ലേ? അപ്പോൾ ഇതും 2 ആണ്. പിന്നെ ഒരു 3 മീറ്ററും കൂടെ പോയി. അങ്ങനെ ടോട്ടൽ 5 meter ഈസ്റ്റിലേക്ക് പോയി. ദെൻ ഫൈൻഡ് ഹൗ ഫാർ ഈസ് ഹി ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും എത്ര ദൂരം അകലെയാണ്? നമുക്കറിയാം ഒരു ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതിനെ നമുക്ക് എങ്ങനെ ഒരു ട്രയാങ്കിൾ ആയിട്ട് സെറ്റ് ചെയ്യാം? നമുക്ക് ഇവിടെ മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് മതി. അപ്പം നോക്കിയേ, നമുക്ക് ഇവിടെ കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് 1 meter ആയതുകൊണ്ട് ഇതും 1 meter. ഇപ്പം നമുക്ക് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കിട്ടി. അപ്പോൾ ഈ സൈഡ് ഇത്രയും 3 ആണ്. നമുക്ക് ഓൾറെഡി അറിയാം. ഇവിടെ 1 ആയതുകൊണ്ട് ഇവിടെയും 1 ആണ്. അങ്ങനെ 1 + 3 4 ആയിരിക്കും ഈ സൈഡ്. ഇത്രയും എത്രയാണ്? 3 ആണ് അല്ലേ? ഇത്രയും 2, ഇത്രയും 3 ആണ്. അപ്പോൾ ഈ സൈഡ് 3 ആണ്. അപ്പോൾ നമുക്ക് ഈ വലിയ സൈഡ് ഹൈപ്പോട്ടെന്യൂസ് ആണ് കാണേണ്ടത്. നമുക്കറിയാം ഹൈപ്പോട്ടെന്യൂസ് കാണാൻ മറ്റ് രണ്ട് സൈഡിൻ്റെ സ്ക്വയർ എടുത്ത് റൂട്ട് കാണുകയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ √4 സ്ക്വയർ + 3 സ്ക്വയർ
4 square is 16 and 3 square is 9. 16 plus 9 is 25. Root 25 is 5. അപ്പോൾ 5 മീറ്റർ ആയിരിക്കും സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും എൻഡ് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്. ആൻസർ എത്രയാണ്? ഓപ്ഷൻ സി ആണ്, 5 മീറ്റർ എന്നുള്ളതായിരിക്കും ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2 ladies and 2 men are playing cards and are seated at north, east, south and west of the table. No lady is facing east. ഈസ്റ്റിലേക്ക് ആരും ഇരിക്കില്ല. Person sitting opposite to each other are not of the same sex. One man is facing south. Then which direction are the ladies facing? അപ്പോൾ ഇവിടെ കാർഡ് പ്ലേ ചെയ്യാൻ വേണ്ടി ഒരു ടേബിളിന് ചുറ്റുമായിട്ട് ഇരിക്കുകയാണ്. 4 പേരാണ് ഇരിക്കുന്നത്. എവിടെയൊക്കെയായിരിക്കും ഇരിക്കുന്നത്? ഈസ്റ്റിലും നോർത്തിലും സൗത്തിലും വെസ്റ്റിലും ഒക്കെ ആയിട്ടാണ് ഫേസ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ എന്തൊക്കെയാണ് കണ്ടീഷൻ പറഞ്ഞിട്ടുള്ളത്? നോ ലേഡി ഈസ് ഫേസിങ് ഈസ്റ്റ്. നമുക്ക് എന്തായാലും മനസ്സിലായി ഒരു സൈഡിൽ ഒരാൾ, കാരണം ഈസ്റ്റ് സൗത്ത് നോർത്ത് വെസ്റ്റ് ഡയറക്ഷനിലോട്ടാണ് 4 പേരേ ഉള്ളൂ. അപ്പം പിന്നെ ഒരു സൈഡിൽ ഒരാളായിരിക്കും ഇരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ എന്താ പറയുന്നത്? നോ ലേഡി ഈസ് ഫേസിങ് ഈസ്റ്റ്. ഈസ്റ്റിലേക്ക് നോക്കി ആരും ഇരിക്കില്ല. ഈസ്റ്റിലേക്ക് നോക്കിയിരിക്കുന്ന പൊസിഷൻ ഇതാണ് അല്ലേ. അപ്പം ഇവിടെ ഒരു ലേഡിയും ഇരിക്കില്ല എന്നാണ് പറയുന്നത്. ആൻഡ് person sitting opposite each other are not of the same sex. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ട് ഈസ്റ്റിലേക്ക് ഒരു ലേഡി ഇരിക്കുകയാണെങ്കിൽ വെസ്റ്റിലേക്ക് നോക്കി ഒരു മെന്നെ ഇരിക്കുള്ളൂ. സെയിം സെക്സിലുള്ള ആൾക്കാർ ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ ഇരിക്കാറില്ല. അപ്പം ഇവിടെ ഒരു ലേഡി ഇരിക്കില്ല എന്നാണ് പറഞ്ഞത്. അപ്പം തീർച്ചയായും അങ്ങോട്ട് നോക്കി ഒരു മെന്നല്ലേ ഇരിക്കണം. തീർച്ചയായും ഇനി ഈ സൈഡിൽ ഒരു മെന്ന് വരില്ല, കാരണം സെയിം സെക്സിലുള്ളവർ ഓപ്പോസിറ്റ് ആയിട്ട് ഇരിക്കില്ല. അപ്പൊ ഇവിടെ തീർച്ചയായും ഒരു വുമൺ വരണം അല്ലെ, ഒരു ലേഡി വരണം. പിന്നെ എന്താ പറയുന്നത്? 1 man is facing south. ഒരാൾ സൗത്തിലേക്ക് നോക്കിയിരിക്കുകയാണ്. സൗത്തിലേക്ക് നോക്കിയിരിക്കുന്ന ആൾ ഇവിടെ ഇരിക്കുന്ന ആളല്ലേ, 1 man ആണെന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പൊ ഇവിടെ ഒരു മാൻ ആണ്. അപ്പൊ ഓപ്പോസിറ്റ് തീർച്ചയായും ഒരു ലേഡി, ഒരു വുമൺ ആയിരിക്കണ്ടേ. അപ്പൊ ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ദെൻ വിച്ച് ഡയറക്ഷൻ ആർ ദ ലേഡീസ് ഫേസിങ്? ലേഡീസ് ഏത് ഡയറക്ഷനിലോട്ടാണ് നോക്കിയിരിക്കുന്നത്? ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട് അല്ലേ, നോർത്തിലോട്ട് നോക്കിയിരിക്കുന്നുണ്ട്. പിന്നെ ഒരാൾ ഇങ്ങോട്ട് നോക്കിയിരിക്കുന്നുണ്ട്. എങ്ങോട്ടാണ്? വെസ്റ്റിലേക്ക് നോക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ ഡയറക്ഷനിലാണ് ലേഡീസ് ഇരിക്കുന്നത്? നോർത്തും വെസ്റ്റ് ഡയറക്ഷനിലോട്ടും ആയിരിക്കും ഇരിക്കുന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് യു ആർ ഫേസിങ് നോർത്ത് ഈസ്റ്റ് ആൻഡ് മൂവിങ് 10 meter and then turn left and then move 7.5 meter, then find the distance from the starting point. എന്താ പറയുന്നത്? യു ആർ ഫേസിങ് നോർത്ത് ഈസ്റ്റ്. അപ്പം നമുക്ക് ഈ ഡയറക്ഷൻ ഒന്ന് തെറ്റിപ്പോവാതിരിക്കാൻ ആദ്യം തന്നെ വരയ്ക്കാം. നോർത്ത് ഈസ്റ്റ് ആവുമ്പോൾ ഈ ഒരു ഡയറക്ഷനാണ് അല്ലേ. നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്തു. എത്ര മൂവ് ചെയ്തു? 10 meter മൂവ് ചെയ്തു. ദെൻ ടേൺ ലെഫ്റ്റ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചേ, ഇപ്പം ഈ ഡയറക്ഷനിലാണ് നിൽക്കുന്നത് അല്ലേ. ദെൻ ടേൺ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ചിലവർ ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്യും അല്ലേ. ഇയാളുടെ ലെഫ്റ്റ് എവിടെയായിരിക്കും? ഇയാൾ ഇങ്ങോട്ട് നോക്കിയായിരിക്കും ഇരിക്കുന്നത് അല്ലേ. ഇയാളുടെ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇയാൾ ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്തു. എത്ര മൂവ് ചെയ്തു? 7.5 meter മൂവ് ചെയ്തു. ഓക്കെ, 7.5 meter മൂവ് ചെയ്തു. ദെൻ ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇപ്പം എൻ പോയിന്റ് ഇവിടെയാണ്, സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെയാണ്. അതായത് ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമുക്ക് കാണാനുള്ളത്. ഈ ഒരു ഡിസ്റ്റൻസ് അല്ലേ ഇവിടുത്തെ വലിയ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ. അപ്പം മറ്റ് 2 ഡിസ്റ്റൻസും ആഡ് ചെയ്തു സ്ക്വയർ എടുത്ത് അതിൻ്റെ റൂട്ട് കാണുകയാണ് നമ്മൾ ചെയ്യാനുള്ളത്. അപ്പം നമുക്ക് ഈ സൈഡ് എങ്ങനെ കാണാം? മറ്റേ 2 സൈഡിനെ നമുക്ക് സ്ക്വയർ എടുത്ത് ആഡ് ചെയ്യാം. റൂട്ട് ഓഫ് 10 square പ്ലസ് 7.5 square. 10 square നമുക്കറിയാം 100 ആണ്. 7.5 squareനെ നമുക്ക് 75ൻ്റെ സ്ക്വയർ എടുക്കാം. 75ൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ എത്ര കിട്ടും? 5625 എന്ന് കിട്ടും. നോക്കിയേ, ഇനി ഇതിനെ തമ്മിൽ ആഡ് ചെയ്യാം. 100 പ്ലസ് 56.25 എന്ത് വരും? 156.25 എന്ന് വരും. പോയിന്റ് ഇല്ലാതെ ഒന്ന് നോക്കിയേ, 15625, അതായത് 15,625. ഇത് ഏതിൻ്റെ റൂട്ടാണ്? 125ൻ്റെ റൂട്ടാണ്. ഇത് ഏതിൻ്റെ റൂട്ടാണെന്ന് അറിയില്ലെങ്കിൽ ഇതിനെ ഫാക്ടറൈസ് ചെയ്താൽ മതി. 15625 5 കൊണ്ട് ഫാക്ടറൈസ് ചെയ്ത് കിട്ടുമ്പോൾ അതിൻ്റെ കോമൺ ഫാക്ടർ വീതം എടുത്തിട്ട് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. 125ൻ്റെ റൂട്ടാണിത്. നോക്കിയേ, അപ്പോൾ 125 എന്നാണ് നമുക്ക് കിട്ടിയത്. പക്ഷെ ഇവിടെ പോയിന്റ് ഉണ്ടല്ലോ. നമുക്ക് പോയിന്റ് എത്ര പോയിന്റിന് ശേഷം എവിടെ പോയിന്റ് ഇടാം? നോക്കിയേ, റൂട്ട് എടുക്കുമ്പോൾ പോയിന്റിന് ശേഷം 2 നമ്പർ ഉണ്ടെങ്കിൽ അതിൻ്റെ റൂട്ട് വരുമ്പോൾ പോയിന്റിന് ശേഷം 1 മാറും. റൂട്ടിൽ പോയിന്റിന് ശേഷം 4 നമ്പർ ഉണ്ടെങ്കിൽ നമ്മൾ റൂട്ട് എടുക്കുമ്പോൾ അത് 2 മാറും.
10 എണ്ണം ഉണ്ടെങ്കിൽ 5 ആയി മാറും. 2 എണ്ണം ഉണ്ടെങ്കിൽ 1 ആയി മാറും. അപ്പോൾ ഇവിടെ പോയിന്റിന് ശേഷം 2 നമ്പർ ഉണ്ട്. അപ്പോൾ റൂട്ട് എടുക്കുമ്പോൾ പോയിന്റിന് ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടാൽ മതി. 12.5 മീറ്റർ എന്നുള്ളതായിരിക്കും നമ്മുടെ ആൻസർ. ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ലൊക്കേഷൻ ഓഫ് ബി ഈസ് നോർത്ത് ഓഫ് എ ആൻഡ് ലൊക്കേഷൻ ഓഫ് സി ഈസ് ഈസ്റ്റ് ഓഫ് എ. The distances AB and AC are 5 km and 12 km respectively. Then the shortest distance between the locations A and B is. എന്താ പറയുന്നത്? ലൊക്കേഷൻ ഓഫ് ബി ഈസ് നോർത്ത് ഓഫ് എ. എ ഇവിടെയുണ്ട്. എയുടെ നോർത്തിലാണ് ലൊക്കേഷൻ ഓഫ് ബി വരുന്നത്. ആൻഡ് ലൊക്കേഷൻ ഓഫ് സി ഈസ് ഈസ്റ്റ് ഓഫ് എ. എയുടെ ഈസ്റ്റിലാണ് സി വരുന്നത്. ദ ഡിസ്റ്റൻസസ് ഓഫ് എ ബി ആൻഡ് എ സി ആർ. എ ബി 5 കിലോമീറ്ററും എ സി കുറച്ചുകൂടെ കൂടുതലുണ്ട്. എ സി ഒരു 12 കിലോമീറ്ററുമാണ്. ദെൻ ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൊക്കേഷൻസ് ബി ആൻഡ് സി. ഓക്കെ, ബിയും സിയും ഈ സൈഡ് ഏതാണെന്ന് നമുക്ക് കാണാനുള്ളത്. ഇത് വലിയ സൈഡാണെന്ന് നമുക്ക് മനസ്സിലായി. വലിയ സൈഡ് കാണാൻ മറ്റ് 2 ചെറിയ സൈഡിൻ്റെ സ്ക്വയർ എടുത്ത് റൂട്ട് എടുക്കുകയാണ് ചെയ്യാനുള്ളത്. ഇപ്പോൾ റൂട്ട് ഓഫ് 5 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ. 5 സ്ക്വയർ ഈസ് 25 ആൻഡ് 12 സ്ക്വയർ ഈസ് 144. 25 plus 144 is 169. 169 എന്ന് പറയുമ്പോൾ 13ന്റെ റൂട്ടാണ്. 13 കിലോമീറ്റർ എന്ന് കിട്ടും നമ്മുടെ ആൻസർ. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ബിസ്മിത walks 200 meter towards the east, then turns right and walks 210 meter to reach a hospital. What is the shortest distance between the starting point and the hospital? ഈ കൂട്ടത്തിലെ ഏറ്റവും എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പം എന്താ പറയുന്നത്? ബിസ്മിത walks 200 meter towards east. ഈസ്റ്റിലേക്ക് 200 meter മൂവ് ചെയ്തു. ദെൻ ടേൺസ് റൈറ്റ്. ഇപ്പം ഇങ്ങോട്ട് നോക്കി നിൽക്കുകയാണ്. ഇത് ലെഫ്റ്റും ഇത് റൈറ്റും ആണ്. റൈറ്റിലേക്ക് ടേൺ ചെയ്തു ആൻഡ് വാക്സ് 210 മീറ്റർ മൂവ് ചെയ്തു ടു റീച്ച് എ ഹോസ്പിറ്റൽ. അപ്പോൾ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റും ഹോസ്പിറ്റലും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതായത് ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കാണാനുള്ളത്. അപ്പോൾ ഇത് വലിയ സൈഡാണ് കാണേണ്ടത്, അല്ലെങ്കിൽ ഹൈപ്പോട്ന്യൂസ് ആണ് കാണേണ്ടത്. 2 ചെറിയ സൈഡ് തമ്മിൽ സ്ക്വയർ എടുത്ത് ആഡ് ചെയ്ത് റൂട്ട് എടുക്കണം. അപ്പോൾ എങ്ങനെ ചെയ്യും? 200 സ്ക്വയർ പ്ലസ് 210 സ്ക്വയർ. 210ന്റെ സ്ക്വയർ എങ്ങനെ കാണും? ഇപ്പം 2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ് അല്ലേ? ഓക്കെ, ഇനി 2 സീറോയുടെ സ്ക്വയർ എടുക്കുമ്പോൾ 2 സീറോ എന്നുള്ളത് 4 സീറോ ആവും. ക്ലിയർ? ഇനി അതുപോലെ തന്നെ 21നെ നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 441 കിട്ടും. 1 സീറോ 2 സീറോ ആവും. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ തമ്മിൽ ആഡ് ചെയ്യുമ്പോഴോ 40,000 പ്ലസ് 44100 റൂട്ട് ഓഫ് 84100 84,100 എന്ന് കിട്ടും. ഇതിൻ്റെ റൂട്ട് കാണാതെ അറിയില്ലെങ്കിൽ 84100 എടുത്തിട്ട് ഫാക്ടറൈസ് ചെയ്ത് നോക്കിയാൽ മതി. ഇതിൻ്റെ റൂട്ട് 290 ആയിരിക്കും. അപ്പോൾ 290 മീറ്റർ ആയിരിക്കും അയാളുടെ വീടും ഹോസ്പിറ്റലും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പം നമ്മൾ ഡയറക്ഷൻ സെൻസ് ക്വസ്റ്റ്യൻസിലെ പൈതഗോറസ് തിയറം ബേസ് ചെയ്തിട്ട് കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്ത് നോക്കിയത്. ഈ പറയുന്ന ഇപ്പോൾ നമ്മൾ ഡയറക്ഷൻ സെൻസ് ക്വസ്റ്റ്യൻസിൽ കാറ്റഗറി ആയിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ഡിസ്റ്റൻസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചെയ്തു. ഇപ്പോൾ പൈതഗോറസ് തിയറം ബേസ്ഡ് ആണ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ ഷാഡോ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും ചെയ്യുന്നത്. അതും നമ്മൾ UPSC ചോദിക്കാറുള്ളതാണ്, പ്രധാനപ്പെട്ടതുമാണ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിൽ ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും കാണുന്നത്. അപ്പോൾ ഈ ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് പറയണം. താങ്ക് യു.